മൂവാറ്റുപുഴ നഗരസഭ 18-ാം വാർഡിൽ ഉൾപ്പെടുന്ന മണ്ണാങ്കടവ് തോട് മാലിന്യ വിമുക്തമാക്കി ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കണമെന്ന് CPM ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പേട്ടയിലൂടെ ഒഴുകുന്ന മണ്ണാങ്കടവ് തോട്ടിൽ കൂടി മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് പതിവായിരിക്കുകയാണ്. മൂവാറ്റുപുഴ നഗരസഭ വാർഡ് 18-ലെ മണ്ണാൻകടവ് തോട് മാലിന്യ വിമുക്തമാക്കി ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. പേട്ട ഉൾപ്പെടെയുള്ള പ്രദേശത്തും ആ പ്രദേശം മാത്രമല്ല അംഗനവാടി ഉൾപ്പെടെയുള്ള ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ മണ്ണാൻകടവ് തോടിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പ്രദേശത്തൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ തോട്ടിലൂടെ മനുഷ്യ വിസർജനം ഉൾപ്പെടെ ഒഴുക്കിവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി തവണ ആ പ്രദേശത്തെ ആളുകളും മുനിസിപ്പാലിറ്റിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയതാണ്. ഇത് പെടുത്തിയിട്ടും മുനിസിപ്പാലിറ്റിയുടെ അധികാരികൾ ഈ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ തോട്ടിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെയേറെ ഭയങ്കര കറുപ്പ് കളറിലാണ്, മാലിന്യ കൂമ്പാരമായി നിൽക്കുന്ന കറുത്ത കളറിലാണ് ആ തോട്ടിലെ ജലം ഉൾപ്പെടെ ഒഴുകുന്നത്. ഏറ്റവും വിഷമകരമായ വസ്തുത എന്ന് പറയുന്നത്, ഈ മാലിന്യ കൂമ്പാരം നിറഞ്ഞു നിൽക്കുന്ന ഈ ജലം ഒഴുകി ചേരുന്നത് മൂവാറ്റുപുഴ ആറിലേക്കാണ്. ഇത് എത്തിച്ചേരുന്ന സ്ഥലം പരിശോധിച്ചു കഴിഞ്ഞാൽ കുടിവെള്ളത്തിനായി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പ്ലാന്റിൽ നിന്ന് വെള്ളം അടിക്കുന്ന പമ്പ് ചെയ്യുന്ന അതിൻ്റെ തൊട്ടടുത്തേക്കാണ് ഈ മാലിന്യജലം ഒഴുകി ചെന്ന് ചേരുന്നത്. നിരവധി തവണയായി ഇത് മുനിസിപ്പൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സമീപനത്തിന് പരിഹാരം കാണാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കേണ്ടി വരും. അതിന് ഇടനൽകുന്ന തരത്തിലേക്ക് അത്തരത്തിലൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാതെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ അധികാരികൾ ഈ തോട്ടിലെ മാലിന്യജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് നിന്നാണെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന പേട്ടയിലൂടെ ഒഴുകുന്ന മണ്ണാൻകടവ് തോടിൽ കൂടി മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് പതിവാണ്. അസഹനീയമായ ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. വഴിയാത്രക്കാർക്കും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലെ കുട്ടികൾക്കും വലിയ ഭീഷണിയായി ഇത് മാറിയിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിലേക്ക് ഒഴുകിയെത്തുന്ന ശുചിമുറി മാലിന്യങ്ങൾ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിനും വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. വർഷങ്ങളായി നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഈ പ്രശ്നത്തിന് ഇതുവരെയും ശാശ്വത പരിഹാരമുണ്ടാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ UDF കൗൺസിലിന്റെ മുൻപാകെയും ഈ പ്രശ്നം ഉയർത്തിയിരുന്നെങ്കിലും യാതൊരു നടപടികളും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. വിഷയം സംബന്ധിച്ച് എറണാകുളം ജില്ലാ കളക്ടർക്ക് അന്നത്തെ വാർഡ് കൗൺസിലർ പരാതി നൽകിയിരുന്നു. ഇവിടെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്ന കാര്യവും ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ തോട് മാലിന്യ വിമുക്തമാക്കി മൂവാറ്റുപുഴയാറ് സംരക്ഷിക്കുകയും ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് CPM ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു നഗരസഭാ അധികാരികളോട് ആവശ്യപ്പെട്ടു. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.